Cuman pula candana karena beras kayu se dua padu se. അഹമ്മദാബാദ് വിമാന ദുരന്തവുമായി ബന്ധപ്പെട്ട് കേട്ടാൽ നമ്മൾ ഞെട്ടുന്ന വാർത്തകളാണ് പുറത്തു വരുന്നത്. വിശ്വാസയോഗ്യമാവാത്ത ഒരു വാർത്ത കേൾക്കുന്നു. അത് ഇന്നലെ മുതൽ അതിൻ്റെ സത്യാവസ്ഥ തേടുന്നു. വിമാന ദുരന്തവുമായി ബന്ധപ്പെട്ട് വരുന്ന വീഡിയോകൾക്കെല്ലാം താഴെ വരുന്ന ഒരു കമന്റ്, അത് സ്വാഭാവികമായും പറയുന്നതാണ്, സത്യങ്ങൾ മുഴുവൻ പുറത്തു വരില്ല, ഒരിക്കലും പറയില്ല. ഇത് സത്യമാണ്. പല ദുരന്തങ്ങളും വിമാന ദുരന്തങ്ങൾക്കും ശേഷം കാരണങ്ങൾ പലർക്കും അത് അറിയാത്തതാണ്. ഇപ്പോൾ അഹമ്മദാബാദ് വിമാന അപകടത്തിൽ ക്യാപ്റ്റനെ പ്രതിസ്ഥാനത്ത് നിർത്തുന്ന ഒരു റിപ്പോർട്ടുമായി വാൾ സ്ട്രീറ്റ് ജേണൽ ഒരു ന്യൂസ് കൊടുക്കുകയുണ്ടായി. 2 എഞ്ചിനിലേക്കുള്ള ഇന്ധന ഒഴുക്ക് നിയന്ത്രിക്കുന്ന സ്വിച്ചുകൾ ഓഫ് ചെയ്തത് ക്യാപ്റ്റൻ ആണെന്ന് റിപ്പോർട്ട് സൂചിപ്പിക്കുന്നു. ഒരു ആത്മഹത്യാ ശ്രമമാണെന്നും വാർത്തകൾ വന്നിരുന്നു. പക്ഷേ വിജയ് രൂപാണിയുടെ മരണവും സംശയനിഴൽ വർദ്ധിപ്പിക്കുകയാണ്. അത് ഒരു കൂട്ടക്കൊലയാണെന്നുള്ള വേദനയുടെ തിരിച്ചറിവിലാണ് ഇപ്പോൾ ഇന്ത്യ ഉള്ളത്. ഇപ്പോൾ ഇതൊരു വ്യക്തിയുടെ സ്വാർത്ഥതയിൽ ഒതുങ്ങുന്നു എന്ന വാർത്തകൾ വരുന്നത് വലിയ ഒരു ഭീകരത സൃഷ്ടിക്കുകയാണ്. ബ്ലാക്ക് ബോക്സ് റെക്കോർഡിൽ നിന്നുള്ള 2 പൈലറ്റുമാരുടെയും സംഭാഷണത്തെ ചൂണ്ടിയാണ് വാൾ സ്ട്രീറ്റിൽ റിപ്പോർട്ട് വന്നിട്ടുള്ളത്. സീനിയർ പൈലറ്റായ ക്യാപ്റ്റൻ സുമിത് സബർവാൾ ആണെന്ന് സംശയിക്കുന്നതായാണ് റിപ്പോർട്ട് പറയുന്നത്. എന്നാൽ എയർക്രാഫ്റ്റ് ആക്സിഡന്റ് ഇൻവെസ്റ്റിഗേഷൻ ബ്യൂറോ അമേരിക്കൻ മാധ്യമങ്ങളിലെ ഈ റിപ്പോർട്ടുകളോട് പ്രതികരിച്ചിട്ടില്ല. എയർക്രാഫ്റ്റ് ആക്സിഡന്റ് ഇൻവെസ്റ്റിഗേഷൻ ബ്യൂറോയുടെ പ്രാഥമിക റിപ്പോർട്ടിലെ വിവരങ്ങൾ ഉദ്ധരിച്ചുകൊണ്ടാണ് വാൾ സ്ട്രീറ്റ് ജേണലും റോയിറ്റേഴ്സ് ഉൾപ്പെടെയുള്ള മാധ്യമങ്ങൾ വാർത്ത റിപ്പോർട്ട് ചെയ്യുന്നത്. അപകടത്തിൽപ്പെട്ട ബോയിങ് 787 വിമാനത്തിന്റെ എഞ്ചിനുകളിലേക്കുള്ള ഇന്ധന നിയന്ത്രണ സ്വിച്ചുകൾ ഓഫ് ചെയ്ത നിലയിലായിരുന്നുവെന്ന് AAIB റിപ്പോർട്ടുണ്ടായിരുന്നു. ഇത് യാന്ത്രികമായി സംഭവിക്കാനുള്ള സാധ്യത കുറവാണെന്നും മനുഷ്യ ഇടപെടൽ കൊണ്ടാകുമെന്നും റിപ്പോർട്ടിൽ സൂചിപ്പിച്ചിരുന്നു. വാൾ സ്ട്രീറ്റ് പറയുന്നത് അമേരിക്കൻ പൈലറ്റുകളെയും അപകടം അന്വേഷിക്കുന്ന സുരക്ഷാ വിദഗ്ധരെയും സൂചിപ്പിച്ചുകൊണ്ട് അത് ക്യാപ്റ്റൻ ആയിരിക്കുമെന്നാണ് പ്രാഥമിക റിപ്പോർട്ടിൽ സൂചിപ്പിക്കുന്നത്. റിപ്പോർട്ടിൽ സ്വിച്ച് ഓഫ് ചെയ്തത് മനഃപൂർവ്വമാണോ അതോ ആകസ്മികമായാണോ എന്ന് പറയുന്നില്ല. അപകടത്തിലേക്ക് നയിച്ച കാരണമോ ഇന്ധന സ്വിച്ചുകൾ ഓഫാക്കിയത് എന്തിനാണെന്നോ വിവരമോ ഇന്ത്യൻ അധികാരികളുടെ പ്രാഥമിക റിപ്പോർട്ടിലില്ല. വിമാനത്തിന്റെ ഡിസൈൻ പിഴവുകൾ, തകരാറുകൾ, അറ്റകുറ്റപ്പണി തുടങ്ങിയ പ്രശ്നങ്ങൾ റിപ്പോർട്ട് തള്ളിക്കളഞ്ഞിട്ടില്ല. മാത്രവുമല്ല, മനഃശാസ്ത്ര വിദഗ്ധരുടെ ആവശ്യം റിപ്പോർട്ടിൽ ചൂണ്ടിക്കാണിക്കുന്നുണ്ട്. അതാണ് ഇപ്പോൾ സംശയം ഇരട്ടിപ്പിക്കുന്നത്. അമ്മയുടെ മരണത്തെ തുടർന്നുള്ള വേദനയാണ് ക്യാപ്റ്റൻ ഇത് ചെയ്യാൻ കാരണമെന്നും വാർത്തകൾ വരുന്നുണ്ട്. അതായത് തൻ്റെ മനസ്സിന്റെ കട്ടിക്കുറവോ അല്ലെങ്കിൽ മനസ്സിനേറ്റ ക്ഷതമോ ഒരു ആത്മഹത്യാ ശ്രമം എന്ന രീതിയിൽ വിമാനം മനഃപൂർവ്വം ഇടിച്ചു എന്നുള്ള വാർത്തകളും കത്തിച്ചാമ്പലാക്കി എന്ന വാർത്തകളും വളരെ വേദനയുണ്ടാക്കുന്നതാണ്. അതിന് നൽകേണ്ടി വന്നത് 200-ലധികം ആളുകളുടെ ജീവൻ, ഒരു മലയാളി ജീവൻ. ഇതെല്ലാം വീണ്ടും വീണ്ടും സംശയങ്ങൾ ഇരട്ടിപ്പിക്കുന്നു. ഇതോടൊപ്പം ബ്ലാക്ക് ബോക്സ് പരിശോധിച്ചപ്പോൾ കോക്പിറ്റ് വോയിസ് റെക്കോർഡിൽ നിന്നുള്ള ശബ്ദരേഖകൾ ഫസ്റ്റ് ഓഫീസർ ക്ലേവ് സുന്ദർ ക്യാപ്റ്റൻ സുമിത് സബർവാളിനോട് എന്തിനാണ് ഈ സ്വിച്ച് ഓഫ് ചെയ്തതെന്ന് ചോദിക്കുന്നത് കേൾക്കാം. ആദ്യം പ്രാഥമിക റിപ്പോർട്ട് വന്ന സമയത്ത് പൈലറ്റുമാരുടെ പേര് പറഞ്ഞിരുന്നില്ല, ആരാണെന്ന് വ്യക്തമായിരുന്നില്ല. പക്ഷേ ഈ വാർത്ത പറയുന്നത് സുമിത് സബർവാളിന്റെ ശബ്ദമാണ്, അല്ലെങ്കിൽ സുമിത് സബർവാളിന്റെ കൈകടത്തലാണ് അപകടത്തിന് കാരണം എന്നാണ്. ഇതിന് മറുപടിയായി താനല്ല ഓഫ് ചെയ്തതെന്നാണ് ക്യാപ്റ്റൻ മറുപടി പറയുന്നതായി റിപ്പോർട്ടിലുണ്ട്. അപകട സമയത്ത് വിമാനം നിയന്ത്രിച്ചിരുന്നത് ഫസ്റ്റ് ഓഫീസറായ ക്ലേവ് കുന്ദർ ആയിരുന്നു. ക്യാപ്റ്റൻ സുമിത് സബർവാളിൻ നിരീക്ഷകന്റെ റോളിലായിരുന്നു.
എന്തായാലും ഊഹാപോഹങ്ങൾ മാറി സത്യം ഒരു ദിവസം പുറത്തു വരും. അത് പുറത്ത് വരിക തന്നെ വേണം. കാരണം അത് സംഭവിച്ചിട്ടുള്ളത് ഇന്ത്യയിലാണ്. ഇന്ത്യക്ക് അത് വലിയൊരു വീഴ്ചയായി ഇപ്പോഴും ആളുകൾ ചർച്ച ചെയ്യുന്നു. അതുകൊണ്ടാണ് അമേരിക്കൻ മാധ്യമങ്ങളിൽ പോലും ഇത്തരത്തിൽ വളച്ചൊടിച്ച വാർത്തകളോ അല്ലെങ്കിൽ സത്യമായ വാർത്തകളോ ഇന്ത്യ പുറത്തുവിടാത്തതാണോ എന്ന പല ഊഹാപോഹങ്ങളും നിലനിൽക്കാൻ കാരണം. എന്തു തന്നെയായാലും സത്യം തിരിച്ചറിയട്ടെ, സത്യം പുറത്തു വരട്ടെ. તમામ પૂરા ચંદ્રનગરમાં આ બ્લાસ્ટ થયું છે, રૂઓ ફાટ્યું છે.